നമസ്കാരം കൂട്ടുകാരെ. താലൂക്ക് തല വനിതാ വായനാ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ വി കെ മാധു ഒറ്റ നിറമുള്ള മഴവില്ല്, അതിലെ മനുഷ്യാവകാശങ്ങളുടെ സെമിത്തേരികൾ എന്ന ലേഖനമാണ് ഇന്ന് വായിക്കുന്നത്. മനുഷ്യാവകാശങ്ങളുടെ സെമിത്തേരിയായി ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തവണ മനുഷ്യാവകാശ ദിനം കടന്നു വരുന്നത്. 1948 ഡിസംബർ 10 പാരീസിൽ ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ലോകരാജ്യങ്ങൾ അരങ്ങേറിയ കൊടും ക്രൂരതകളുടെയും കൂട്ടക്കുരുതികളുടെയും പശ്ചാത്തലമാണ് മനുഷ്യൻ്റെ ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടുകൾക്ക് വഴിതെളിച്ചത്. നാഗസാക്കിയിലും ഹിരോഷിമയിലും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതങ്ങൾക്കുമേൽ പതിച്ച ആണവായുധങ്ങൾ സാമ്രാജ്യത്വ ഭീകരതയായിരുന്നു. 1934 മുതലുള്ള ഹിറ്റ്ലറുടെ ഭരണകാലഘട്ടത്തിൽ ജർമ്മനിയിൽ നടന്ന കൂട്ടക്കൊലകളിലൂടെയും ഇതേ കാലഘട്ടത്തിൽ ഇറ്റലിയിൽ നടമാടിയ മനുഷ്യ കശാപ്പുകളിലൂടെയും ഫാസിസത്തിൻ്റെ ഭീകരമുഖം ലോകം ദർശിച്ചു. കൊടും ക്രൂരതകൾക്ക് മുന്നിൽ നിസ്സഹായരായ മനുഷ്യരുടെ നിലവിളികളും എരിഞ്ഞടങ്ങിയ മനുഷ്യജന്മങ്ങളുടെ ദുർവിധികളുമായിരിക്കണം ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്ന ആദ്യ വർഷങ്ങളിൽ തന്നെ ഇത്തരമൊരു അന്താരാഷ്ട്ര പ്രഖ്യാപനത്തിന് വഴിതെളിച്ചത്. 30 അനുച്ഛേദങ്ങളിലൂടെ വ്യവസ്ഥാപിതമാക്കിയ പ്രമാണങ്ങളാണ് ഈ പ്രഖ്യാപനം മുന്നോട്ട് വയ്ക്കുന്നത്. കൊളോണിയൽ ആധിപത്യ വ്യവസ്ഥ തകരുകയും വിവിധ രാജ്യങ്ങളിലെ വിമോചന സമരങ്ങൾ വിജയം നേടുകയും ലോകത്ത് സ്വതന്ത്രമായ ദേശരാഷ്ട്രങ്ങൾ ഉയർന്നു വരികയും ചെയ്ത ചരിത്ര സന്ദർഭമായിരുന്നു അത്. സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളുടെ ഭരണഘടന രൂപപ്പെടുമ്പോൾ മനുഷ്യാവകാശം സംരക്ഷിക്കാനുള്ള വ്യവസ്ഥകൾ പ്രത്യേക പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തണമെന്ന് ഐക്യരാഷ്ട്രസഭ പാരീസ് പ്രഖ്യാപനത്തിലൂടെ നിർദ്ദേശിച്ചത്. എന്നാൽ ഈ പ്രഖ്യാപനവും അതിൽ അന്തർലീനമായിരിക്കുന്ന മൂല്യങ്ങളും നിരന്തരം ബലികഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ വർദ്ധിച്ചുവരുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്ക് സാമ്രാജ്യത്വ അധിനിവേശത്തിൻ്റെ മുഖം കൂടിയുണ്ട്. ഇറാഖിലും പാലസ്തീനിലും തുടരുന്ന മനുഷ്യകുരുതികൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് പോലും നിയന്ത്രിക്കാനാവുന്നില്ല. സൊമാലിയയിൽ വിശപ്പ് കൊണ്ട് തളർന്നു കൊടുക്കുന്ന എല്ലും തോലുമായി മാറിയ മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് മുകളിലൂടെ വട്ടമിട്ട് പിറക്കുന്ന കഴുകന്മാരുടെ ചിത്രങ്ങൾ ഈ നൂറ്റാണ്ടിലെ ഹൃദയഭേദകമായ കാഴ്ചകൾ ഒന്നായിരുന്നു. കടൽ തരികൾ താരാട്ടുപാടിയുറക്കിയ പോലെ മണൽ മുഖം പൂഴ്ത്തി മരിച്ചു കിടക്കുന്ന ആയിലൻ കുർദി എന്ന പിഞ്ചോമനയുടെ ചിത്രം മനുഷ്യ സ്നേഹികളുടെ കണ്ണുകളെ ഈറനണിയിച്ചു. സിറിയയിൽ നിന്ന് ജീവനം കൊണ്ട് പലായനം ചെയ്തവർക്ക് മുന്നിൽ അതിർത്തികൾ അടച്ചുവെച്ച് രാജ്യസുരക്ഷ ഭദ്രമാക്കിയ ഭരണകൂട ധാർഷ്ട്യം സൃഷ്ടിച്ച രക്തസാക്ഷിയാണ് ഐലൻ കുർദി. വിയറ്റ്നാം യുദ്ധകാലത്ത് നാപ്പാം ബോംബ് വർഷിച്ച് അമേരിക്ക നടത്തിയ ആക്രമണം കടുത്ത മനുഷ്യാവകാശ ലംഘനമായിരുന്നു. ഇത്തരത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നിരന്തരം നടക്കുന്ന രാജ്യങ്ങളായി അഫ്ഗാനിസ്ഥാനും ലബനനും ശ്രീലങ്കയും മാറി. ബോസ്നിയയിൽ 10,000-കണക്കിന് മുസ്ലിങ്ങളെ കൂട്ടക്കൊല നടത്തിയ വംശീയ വെറി ചരിത്രത്തിലെ മറ്റൊരു അധ്യായമാണ്. ഒരു ഭാഗത്ത് ഭരണകൂടങ്ങളും മറുഭാഗത്ത് മതമേധാവിത്വവും ഒരുപോലെ ഈ കൊടും പാതകങ്ങൾക്ക് ഉത്തരവാദികളാണ്. പാരീസ് പ്രഖ്യാപനം മുന്നോട്ട് വയ്ക്കുന്ന പ്രമാണങ്ങൾ എന്തുതന്നെയായാലും ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടർക്കഥയാവുക തന്നെയാണ്. ലോകചരിത്രത്തിൽ എക്കാലം യുദ്ധങ്ങൾ സൃഷ്ടിക്കുന്ന നാശത്തിലും മരണങ്ങളിലും ഭീകരമായി മറ്റൊന്നുമില്ല. മനുഷ്യാവകാശങ്ങളുടെ നിർവചനങ്ങൾ ദേശകാല ഭരണ വ്യവസ്ഥകൾക്ക് വിധേയമാണ്. മാനവരാശിയുടെ ചരിത്രത്തിൽ വർഗങ്ങളും ഗോത്ര സമൂഹത്തിൽ തലവന്മാരും നാടുവാഴ്ത്ത സമൂഹത്തിൽ രാജാക്കന്മാരും പിറവിയെടുത്തതോടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ കീഴ്വഴക്കങ്ങളായി മാറുകയായിരുന്നു. ഐക്യരാഷ്ട്രസഭ നിർദ്ദേശക സംഹിതയിലെ 2-ാം അനുച്ഛേദം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ജാതി, മതം, നിറം, ഭാഷ, സ്ത്രീ പുരുഷഭേദം, രാഷ്ട്രീയ അഭിപ്രായം, സ്വത്ത്, കുലം എന്നിവ കണക്കാക്കാതെയുള്ള അവകാശങ്ങളും സ്വാതന്ത്ര്യവുമാണ് വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഇന്ന് മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്ക് മറയായി ഇരകൾക്കുമേൽ രാജ്യദ്രോഹികളെന്ന മുദ്ര കൂടി ചാർത്തിക്കൊടുക്കുന്നു. ചാതുർവർണ്ണ്യത്തിലെ ശ്രേണീബദ്ധമായ ജാതി വ്യവസ്ഥകളുടെ ക്രൂരതകൾ ഇന്ത്യ ചരിത്രത്തിലെ കറുത്ത ഏടുകളായി ഇന്നും നിലനിൽക്കുന്നു. കൊളോണിയൽ കാലഘട്ടത്തിൽ വിദേശാധിപത്യത്തിൻ്റെ നുഖത്തിന് കീഴിൽ അനുഭവിക്കേണ്ടി വന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ജനിച്ച നാട്ടിൽ അടിമകളെപ്പോലെ ജീവിക്കേണ്ട അവസ്ഥയാണ് സൃഷ്ടിച്ചത്. ഇതും സാമ്രാജ്യത്വ ഭീകരതയുടെ മറ്റൊരു മുഖമായിരുന്നു. വിഭജനത്തിൻ്റെ നാളുകളിൽ ഇന്ത്യ കണ്ട കൂട്ടക്കൊലകൾ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതായിരുന്നു. തെരുവു വഴികളിൽ ഒഴുകിയ രക്തപ്പുഴകൾ കണ്ട് ഖിന്നനായി ആഘോഷങ്ങളെ ആരവങ്ങളിൽ നിന്ന് മാറി നിന്ന രാഷ്ട്രപിതാവിൻ്റെ ചിത്രം ഭാരതീയരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. സ്വതന്ത്ര ഭാരതം ഭരണഘടനാ ശില്പിയായി കണ്ടെത്തിയത് തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ പ്രതിനിധിയായ നിയമ പണ്ഡിതനെയാണ്. ഡോക്ടർ BR അംബേദ്കർ ആധുനിക മൂല്യങ്ങളുടെ മൂശയിൽ വാർത്തെടുത്ത ഭരണഘടനാ ദർശനങ്ങൾ നിലവിലുണ്ടായിട്ട് പോലും ഇന്ന് ഇന്ത്യയിലെ അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല. ജനസംഖ്യയുടെ 25% വരുന്ന ദളിതരും 15% വരുന്ന മുസ്ലിങ്ങളുമാണ് വംശീയതയുടെയും വർഗീയതയുടെയും അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ ചൂഷണങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും വിധേയരാകുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ വംശഹത്യ ആയിരുന്നു ഗുജറാത്ത് കൂട്ടക്കൊല. മാനവീയ മൂല്യങ്ങളെയൊക്കെ തകർത്തെറിഞ്ഞ ആ ദുരന്തത്തിൽ നിന്ന് ഊർജ്ജം സംഭരിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ഇന്നും ഫാസിസം ചുവടുവയ്ക്കുന്നത്. ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ മുഖമുദ്രയായ വിദ്വേഷവും വിവേചനവും
അപരവൽക്കരണവും ഏറ്റവും നല്ല രാഷ്ട്രീയ ആയുധമാണെന്ന് ഇന്ന് ഇന്ത്യയിലും ഭരണാധികാരികൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഭരണകൂട പിന്തുണയോടെ നടത്തുന്ന ആൾക്കൂട്ട ആക്രമണങ്ങൾക്ക് ഇരകളായിത്തീരുന്ന സാധാരണ മനുഷ്യരുടെ നിസ്സഹായ അവസ്ഥ നമ്മെ ഭയപ്പെടുത്തുകയാണ്. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ജനാധിപത്യത്തിൻ്റെ പ്രകാശം അസ്തമിച്ചു പോയ അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട നാളുകളിൽ അരങ്ങേറിയ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് കണക്കില്ല. അതിന് സമാനമായ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ സാഹചര്യത്തിലൂടെയാണ് ഇന്ന് ഇന്ത്യ കടന്നു പോകുന്നത് എന്ന് പറയേണ്ടി വരും. ഭരണകൂടത്തിനെതിരെ ചോദ്യങ്ങളുയർത്തിയ ബുദ്ധിജീവികളെയും മാധ്യമപ്രവർത്തകരെയും ആക്ടിവിസ്റ്റുകളെയുമെല്ലാം ജാമ്യം നിഷേധിച്ചും തടവുകാർക്ക് ന്യായമായി ലഭ്യമാകേണ്ട അവകാശങ്ങൾ പോലും ലംഘിച്ചും അനിശ്ചിതകാലം ജയിലിലടയ്ക്കുക എന്ന സമീപനമാണ് ഭരണകൂടം സ്വീകരിക്കുന്നത്. തീസ്ത സെതൽവാദും RB ശ്രീകുമാറും മുതൽ ആനന്ദ് തെൽതുണ്ടയും വരവര റാവുവും വരെ വിവിധ കള്ളക്കേസുകൾ ജയിലിൽ കഴിയുകയാണ്. ഭരണകൂടം നടത്തുന്ന നിയമവിരുദ്ധമായ മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ ഇരയാണ് വയോധികനും രോഗിയുമായിരുന്ന ഫാദർ സ്റ്റാൻ സ്വാമി. ഭരണകൂടം ശത്രുവായി പ്രഖ്യാപിക്കുന്നവർക്ക് മനുഷ്യാവകാശങ്ങളില്ല എന്ന ഭീതിദയമായ ഒരു അവസ്ഥ. ഗുജറാത്ത് കലാപത്തിലെ ഏറ്റവും പൈശാചികമായ സംഭവമാണ് ബിൽക്കിസ് ബാനോ ബലാത്സംഗ കേസ്. കുടുംബാംഗങ്ങളെ കൂട്ടക്കൊല ചെയ്ത ശേഷം ഗർഭിണിയായിരുന്ന ബിൽക്കിസിനെ ഹിന്ദുത്വ ഭീകരർ ബലാത്സംഗം ചെയ്തതാണ് കേസ്. ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത കുറ്റവാളികളുടെ നല്ല നടപ്പ് പരിഗണിച്ച് ഗുജറാത്ത് സർക്കാർ അടുത്തിടെ ജയിൽ മോചിതരാക്കി. ഇതേ ഗുജറാത്ത് കലാപത്തിൻ്റെ ഇരകൾക്ക് വേണ്ടി നിലപാടെടുക്കുകയും കലാപത്തിൻ്റെ ആസൂത്രകരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ പേരിലാണ് തീസ്ത സെതൽവാദും സഞ്ജീവ് ഭട്ടും RB ശ്രീകുമാറും ജാമ്യമില്ലാതെ ജയിലിലടയ്ക്കപ്പെട്ടതെന്ന് ഓർക്കണം. 2014 ശേഷം രാജ്യത്ത് വംശീയ വിദ്വേഷവും ആൾക്കൂട്ട ആക്രമണങ്ങളും വൻതോതിൽ വർദ്ധിച്ചതായി വിവിധ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഭക്ഷണം, വസ്ത്രം, വിശ്വാസം, ഭാഷ എന്നിങ്ങനെ എന്തിൻ്റെ പേരിലും അവരെ ആക്രമിക്കാൻ പ്രത്യേക സേനകൾ പോലും പ്രവർത്തിക്കുന്ന സ്ഥിതിയാണ് ഉത്തരേന്ത്യയിൽ നിലനിൽക്കുന്നത്. അത്തരം സംഭവങ്ങൾ ദിനംപ്രതി ആവർത്തിക്കുന്നത് മൂലം അവയുടെ വാർത്താമൂല്യം തന്നെ നഷ്ടപ്പെടും വിധം ദയനീയമാണ് സ്ഥിതി. ഒരു വശത്ത് സൈന്യത്തെയും പോലീസിനെയും മറ്റു സർക്കാർ ഏജൻസികളെ ഉപയോഗിച്ച് ആഭ്യന്തര ശത്രുക്കളെ നേരിടുമ്പോൾ മറുവശത്ത് സ്വകാര്യ സേനകളെ കെട്ടഴിച്ചു വിടുകയും ചെയ്യുന്നു. ഭരണകൂടത്തിൻ്റെ തണലിലാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. വർഗീയതയും ജാതീയതയുമായ ഈ അതിക്രമങ്ങൾ മനുഷ്യാവകാശ പ്രശ്നമെന്ന നിലയിൽ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വസ്തുതകൾ ശരിയായ രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങൾ, വിശേഷ്യ ഹിന്ദി, ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ഈ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രീതിയിലേക്ക് എണ്ണ പകരുകയാണ്. ദളിതർക്കും മുസ്ലിംകൾക്കുമെതിരായ അതിക്രമങ്ങൾ മനുഷ്യാവകാശ പ്രശ്നമെന്ന നിലയിൽ പൊതുബോധത്തെ ഉലയ്ക്കാത്ത വിധം സാധാരണമായി കഴിഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും കൊടിയ മനുഷ്യാവകാശ ദംശനങ്ങൾ നടക്കുന്ന 2 പ്രദേശങ്ങളാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും കാശ്മീരും. ഈ മേഖലയിൽ നിഴലിച്ചു നിൽക്കുന്ന അശാന്തിയുടെയും അസംതൃപ്തിയുടെയും അടിസ്ഥാനം മറ്റൊന്നല്ല. കർക്കശമായ സൈനിക നിയമങ്ങൾ സൃഷ്ടിക്കുന്ന അസ്വാസ്ഥ്യങ്ങൾക്കെതിരെയാണ് ഇറോം ശർമിള സ്വന്തം ശരീരം ആയുധമാക്കി പോരാടിയത്. അപ്സ്പ പോലെ ജനവിരുദ്ധമായ കരിനിയമത്തിനെതിരെ സത്യാഗ്രഹ സമരത്തിൻ്റെ മാർഗമാണ് അവർ തിരഞ്ഞെടുത്തത്. മനുഷ്യ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ദശാബ്ദങ്ങൾ നീണ്ട ആ സമരം പക്ഷേ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലോ പ്രത്യേകിച്ച് മണിപ്പൂരിലോ ജനജീവിതത്തിൽ പുരോഗമനപരമായ ചലനങ്ങളൊന്നും സൃഷ്ടിച്ചില്ല എന്ന തിരിച്ചറിവാണ് സമ്മാനിച്ചത്. ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക സ്വയംഭരണ പദവി റദ്ദാക്കി സംസ്ഥാനത്തെ ഒരു തടവറയാക്കി മാറ്റി. ഗുരുതരമായ അവകാശ ലംഘനങ്ങൾക്കാണ് കാശ്മീർ ഈ കാലയളവിൽ സാക്ഷ്യം വഹിച്ചത്. നൂറുകണക്കിന് പേരെ ഏകപക്ഷീയമായി തടങ്കലിൽ വച്ചു. ആശയവിനിമയം പൂർണ്ണമായും വിച്ഛേദിച്ചു. സഞ്ചാര സ്വാതന്ത്ര്യത്തിനും സമാധാനപരമായ ഒത്തുചേരലിനും വിലങ്ങിട്ടു. പിന്നീട് നിരവധി തടവുകാരെയും മോചിപ്പിക്കുകയും ഇൻ്റർനെറ്റ് പുനഃസ്ഥാപിക്കുകയും ചെയ്തെങ്കിലും ഇന്ത്യയിൽ ഇന്നും മനുഷ്യാവകാശങ്ങളിൽ ലക്ഷണമൊത്ത സെമിത്തേരിയായി കാശ്മീർ തുടരുന്നു. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയിൽ നടന്ന വർഗീയ കലാപങ്ങളുടെ കണക്കെടുപ്പ് അസാധ്യമാണ്. അധികാര കേന്ദ്രങ്ങളും മാധ്യമങ്ങളും മറച്ചുവെച്ച കലാപങ്ങൾ എത്ര മനുഷ്യജീവനുകളാണ് അപഹരിക്കപ്പെട്ടത്? മനുഷ്യത്വം മരവിച്ചുപോയ ഈ സംഭവങ്ങൾക്ക് പിന്നിൽ യുക്തിഭദ്രമോ ന്യായയുക്തമോ ആയ ഒരു അടിസ്ഥാനവുമില്ലെന്ന് നമുക്കറിയാം. ഇന്ത്യൻ ഭരണഘടനയുടെ 15-ാം അനുച്ഛേദം സ്ത്രീകൾക്ക് പ്രത്യേക അധികാരങ്ങൾ വിഭാവനം ചെയ്യുന്നു. എന്നാൽ ജനാധിപത്യ വ്യവസ്ഥ നിലനിന്നിട്ടുകൂടി ഇന്ത്യയിൽ ഇരകളാക്കപ്പെടുന്ന മനുഷ്യജീവികളായി സ്ത്രീകൾ ജീവിക്കേണ്ടി വരുന്നു. മതങ്ങളുടെ മറവിൽ അനാചാരങ്ങളുടെ ചതിക്കുഴികൾ തീർത്തുള്ള ചൂഷണങ്ങൾ ഇന്ന് സർവ്വസാധാരണമായിരിക്കുന്നു. ഇവിടെയും ഹോമിക്കപ്പെടുന്നത് നിരപരാധികളായ മനുഷ്യജന്മങ്ങളാണ്. ലോകത്താകെ ഭീകരവാദം സംഹാരമൂർത്തിയായി നിറഞ്ഞാടുമ്പോൾ പിച്ചു ചീന്തുന്ന ജീവിതങ്ങളെ വിശ്വാസത്തിൻ്റെ മതിൽ കെട്ടി മറച്ചുവെക്കാനുള്ള വ്യഗ്രതയാണ് ആധുനിക ലോകം ദർശിക്കുന്നത്. മതത്തിൻ്റെ പേരിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ നാം കണ്ടില്ലെന്ന് നടിക്കുന്നു. ബ്രഹ്മജ്ഞാനം അന്വേഷിച്ച അമ്മ ദൈവത്തിൻ്റെ മഠത്തിലെത്തിയ സത്നാം സിംഗും ആഹാരം മോഷ്ടിച്ചു എന്നാരോപിച്ച ആൾക്കൂട്ടം കൊലപ്പെടുത്തിയ അട്ടപ്പാടിയിലെ മധുവും വ്യത്യസ്ത തരത്തിലാണെങ്കിലും മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ ഇരകളാണ്. സ്വന്തം കുടുംബത്തിൻ്റെ ഐശ്വര്യ സമൃദ്ധിക്ക് വേണ്ടി നിരപരാധികളായ മനുഷ്യനെ ബലി കൊടുത്ത ക്രൂരത കേരളം കണ്ടതാണ്. വീട്ടകങ്ങളിൽ അരങ്ങേറുന്ന പീഡനങ്ങളും കൊലപാതകത്തിലേക്ക് വരെ നീളുന്ന സംഭവങ്ങളും നമുക്ക് വാർത്തയില്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു.
മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരായാണ് പോലീസ് സേനയെ കണക്കാക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പോലീസാണ്. ഇക്കാര്യത്തിൽ കുപ്രസിദ്ധി നേടിയവരാണ് മധ്യപ്രദേശ്, കർണാടകം, ഉത്തർപ്രദേശ്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ഡൽഹി, ബീഹാർ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകൾ. സംശയാസ്പദമായി പിടിക്കപ്പെട്ട 33 ആളുകളുടെ കണ്ണിൽ പോലീസ് ആസിഡ് ഒഴിച്ച് അന്ധരാക്കിയ സംഭവം ഉണ്ടായത് ബീഹാറിലാണ്. കേരളത്തിലും ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒറ്റപ്പെട്ട പരാക്രമങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പൊതുസമൂഹത്തിൻ്റെയോ സർക്കാരിൻ്റെയോ പിന്തുണ ഇവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തെ വ്യത്യസ്തമാക്കുന്നത്. അതെ, ലോകം മനുഷ്യാവകാശങ്ങളുടെ സെമിത്തേരിയായി തുടരുക തന്നെയാണ്. കടന്നൽ കൂടുവച്ചതുപോലെ മനുഷ്യൻ്റെ പൊതുബോധത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യവിരുദ്ധതകളും പറിച്ചെറിയണം. അപരൻ്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുന്ന മാനവികതയുടെ അകമ്പടിക്കാരായി മനുഷ്യൻ മാറുന്ന കാലമാണ് വരേണ്ടത്. നന്ദി.